വായുമലിനീകരണം കേരളത്തിൽ നിന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്. ആദ്യം വായുമലിനീകരണത്തിനെ പറ്റി നമ്മൾക്ക് പഠിക്കണമെങ്കിൽ എയർ എന്താണെന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ എയർ എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഗ്യാസസ്, അല്ലെ ഒരു വാതകങ്ങളുടെ ഒരു മിക്സ്ചർ ആണ്. അപ്പം അതിന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ് 78%, പിന്നീട് ഓക്സിജൻ, പിന്നെ ബാക്കി 21% ഓക്സിജനും ബാക്കിയുള്ള ഗ്യാസ് വാതകങ്ങളൊക്കെ 1%-ലും താഴെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് 1%-ലും താഴെയുള്ള വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആർഗൺ ആണ്. അപ്പം ഇതില് ഇപ്പൊ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, അങ്ങനെ ഇനേർട്ട് ആയിട്ടുള്ള ഗ്യാസുകളായിട്ടുള്ള നിയോൺ, ഹീലിയം, ആ ഗ്യാസുകൾക്കൊന്നും വലിയ വേരിയേഷൻ വരില്ല. നമ്മൾ എവിടുന്ന് എടുക്കുമ്പോഴും ഏകദേശം നമുക്ക് ഒരു സിമിലർ ക്വാണ്ടിറ്റി, സിമിലർ കോമ്പോസിഷൻ നമുക്ക് എവിടുന്ന് സാമ്പിൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടും. അപ്പൊ ഇവര് പെർമനന്റ് ഗ്യാസ് അല്ലെങ്കിൽ ലെസ് വേരിയബിൾ ഗ്യാസസ് എന്നും പറയും. ബാക്കി നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അതുപോലെ മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നുള്ള ഈ ഗ്യാസുകളൊക്കെ പൊല്യൂട്ടൻ സോഴ്സസിനെ ബേസ് ചെയ്തിട്ട് ഒരു ചേഞ്ച് വരും. അപ്പൊ അവരെ വേരിയബിൾ ഗ്യാസ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് തോന്നും ഇപ്പൊ എയർ എന്ന് പറഞ്ഞ വാതകങ്ങളുടെ മിക്സ്ചർ മാത്രമാണോ? അല്ല, വാതകങ്ങളുടെ മിക്സ്ചർ മാത്രമല്ല, അതിൽ ടൈനി ആയിട്ടുള്ള സോളിഡും ലിക്വിഡ് ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ എയറോസോൾസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ വാട്ടർ വേപ്പർ. ഇപ്പൊ എയറോസോൾസിന്റെ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാം, particulate matters അല്ലെ എയറോസോൾസ്, പിന്നെ വാട്ടർ വേപ്പർ. ഇവരെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ ഇവർക്ക് വരാറുണ്ട്. നമ്മുടെ ഭൂമിയിൽ പലയിടങ്ങളിലേക്ക് മാറുന്നതനുസരിച്ച് ഇവർക്ക് നല്ല വേരിയേഷൻ വരാറുണ്ട്. അപ്പൊ ഈ ഒരു സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ കണ്ടന്റിന്റെ വേരിയേഷൻ ആണ്. അത് നമ്മളെ ഈ ഇക്വിറ്റോറിയൽ റീജിയനിലേക്ക് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൂടുതലും, പോൾസിലേക്കൊക്കെ പോകുമ്പോൾ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് വളരെ കുറവുമാണ്. അപ്പം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന അല്ലെങ്കിൽ റേഡിയേഷൻ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇക്വേറ്റർ. അപ്പൊ അവിടെ കുറെ ഇവാപറേഷൻ നടക്കുകയും അവിടെ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് കൂടുതലും, പോൾസിലേക്ക് പോകുമ്പോൾ അത്രത്തോളം റേഡിയേഷൻ ഇല്ല, ഇവാപറേഷൻ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വാട്ടർ വേപ്പർ കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ ഒരു നല്ല വേരിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ എയറോസോൾസിന്റെ വേരിയേഷൻ ആണ്, അല്ലെ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് എടുക്കാം. ഇപ്പൊ ഒരു അർബൻ റീജിയനിൽ പോവുകയാണെങ്കിൽ നമ്മളിപ്പോ ഡൽഹിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പർട്ടിക്കുലേറ്റ് മാറ്ററിന് ഭയങ്കരമായിട്ട് കൂടുതലാണെന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റഡ് ആയിട്ടുള്ള, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോകുമ്പോൾ അവിടുത്തെ പർട്ടിക്കുലേറ്റ് മാറ്റർ കുറവായിരിക്കും. കാരണം അവിടെ അത്രത്തോളം എമിഷൻ സോഴ്സസും, പിന്നെ അതുപോലെ തന്നെ ഭൂഘടനയ്ക്ക് അനുസരിച്ചിട്ടും പർട്ടിക്കുലേറ്റ് മാറ്ററിന് വ്യത്യാസം വരും. ഇപ്പൊ ഡെസേർട്ട് റീജിയനിലാണ് വിൻഡ് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ ഒരു കോൺസെൻട്രേഷൻ അവിടെ കിട്ടും. അപ്പം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എയറോസോൾസിന്റെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് അതും നല്ലൊരു വേരിയേഷൻ ഭൂമിയിൽ പല സ്ഥലത്തും നമ്മൾ സാമ്പിൾസ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് എയർ പൊല്യൂഷൻ? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്സോ നമുക്കൊരു ഹെൽത്ത് എഫക്റ്റോ അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ നമുക്ക് എയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആയിരിക്കണം. എയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ്, കെമിക്കൽസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്, അവർ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കുമ്പോഴാണ് അതിനെ നമ്മൾ എയർ പൊല്യൂട്ടന്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇതിന്റെ മേജർ സോഴ്സസ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ എപ്പോഴും ഇതിനെ പറ്റിയിട്ട് കേൾക്കുന്നതാണ്. ഈ വായുമലിനീകരണത്തെ പറ്റി പറയുമ്പോൾ തന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സസിനെ പറ്റി നമ്മൾ കേൾക്കുന്നത് തന്നെയാണ്. അപ്പൊ അതിൽ ഇൻഡസ്ട്രി വരും, ഡസ്റ്റ്, അഗ്രികൾച്ചർ പ്രാക്ടീസ്, ഹൗസ് ഹോൾഡ് എനർജി, വേസ്റ്റ് മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ട് എന്നീ എല്ലാം ഒരു മേജർ സോഴ്സസ് ആണ്. പിന്നെ എന്തൊക്കെയാണ് മേജർ പൊല്യൂട്ടൻസ്? മേജർ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഡയോക്സൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, പിന്നെ കാർബൺ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോകാർബണിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മീഥേൻ ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഹൈഡ്രോകാർബൺ ആണ്. പിന്നെ പർട്ടിക്കുലേറ്റ് മാറ്റർ. ഇന്ന് ഞാൻ എന്റെ ഈ പ്രസന്റേഷനിൽ കൂടുതൽ പർട്ടിക്കുലേറ്റ് മാറ്ററിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അതായിരിക്കും നമ്മൾ എപ്പോഴും കേൾക്കുന്നതും, പത്ര റിപ്പോർട്ട് ആവട്ടെ അല്ലെങ്കിൽ മീഡിയയിലൂടെ ആവട്ടെ, ഏറ്റവും കൂടുതൽ ചർച്ചകൾ ഇതെല്ലാം പർട്ടിക്കുലേറ്റ് മാറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പർട്ടിക്കുലേറ്റ് മാറ്ററിന് നല്ലൊരു ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. പിന്നെ നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ കുറച്ചുകൂടി ബാക്കിയുള്ള ഗ്യാസസും ഇതിനെയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മെഷർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പർട്ടിക്കുലേറ്റ് മാറ്ററിനെ പറ്റിയിട്ടാണ് ഇന്ന് മെയിൻലി ഞാൻ പറയുന്നത്. അപ്പം പർട്ടിക്കുലേറ്റ് മാറ്ററിനെ പറ്റി നമ്മൾ നോക്കണ സമയത്ത് തന്നെ നമുക്ക് ആദ്യം അതിന്റെ ഒരു സൈസിനെ പറ്റിയിട്ട് നമുക്കൊരു നല്ല ധാരണ വേണം. ഇതിപ്പോ ഒരു ചെറിയൊരു മണൽത്തരിയാണ്, ബീച്ച് സാൻഡ് എന്ന് പറയുന്ന ചെറിയൊരു മണൽത്തരി. അതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 90 മൈക്രോൺ ആണ്. പിന്നെ ഇവിടെയുള്ള ഈ ഒരു ഫിഗറിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ഹെയർ ആണ്. അപ്പൊ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 50 തൊട്ട് 70 മൈക്രോമീറ്ററിന് വരും.
അപ്പം PM10 എന്ന് പറയുന്നതും PM2.5 എന്ന് പറയുന്നത് ആ 2.5 എന്നുള്ളത് സിഗ്നിഫൈ ചെയ്യുന്നത് അതിന്റെ ഒരു സൈസ്, അതിന്റെ ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ഒരു സൈസ് ആണ് സിഗ്നിഫൈ ചെയ്യുന്നത്. 10 മൈക്രോണിന്റെ താഴെ, 2.5 മൈക്രോണിന്റെ താഴെ, അങ്ങനെയാണ് PM10ഉം PM2.5ന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു 50 മൈക്രോൺ ആണ് ഹെയറിന്റെ ഒരു ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PM10 ഒരു 5 എണ്ണം വെച്ച് കഴിഞ്ഞാലേ ആ ഒരു ഹെയറിന്റെ ഒരു ഡയമീറ്ററിന്റെ അവിടെ എത്തുള്ളൂ. അപ്പൊ അത്രയും ഫൈൻ ആണ് PM10. അപ്പൊ PM2.5 ആകുമ്പോൾ അതിലും ഫൈൻ ആണ്. പിന്നെ അതിലും ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് PM1 ഉണ്ട്, പിന്നെ 0.1 അങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ അത്രയും ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ അത്രയും ചെറുതാകുമ്പോൾ അതിന്റെ നമ്മുടെ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകാനുള്ള റിസ്ക് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് എല്ലാവർക്കും ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അത് നമ്മുടെ നോസ് ആണ്. ആ നോസിൽ പോകുന്ന സമയത്ത് ഫൈൻ ഹെയർസും മ്യൂക്കസ് മെമ്പറേനും ആ എയറിന്റെ ഒരു ഫ്ലോ അടക്കം കുറെ വലിയ വലിയ PM10ന്റെ മുകളിലുള്ള പാർട്ടിക്കിൾസ് ജനറലി അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ PM10ഉം അതിന്റെ താഴോട്ടും വരുന്ന പാർട്ടിക്കിൾസ് അവിടെ ഒരു ഫിൽട്രേഷൻ നടക്കുന്നില്ല. നമ്മുടെ ആ ഫിൽട്ടർ സിസ്റ്റം അവിടെ അത്രയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് നമുക്ക് അതിനെ ഭേദിച്ച് ബാക്കി ഇതിലും ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം ബോഡിയുടെ ഉള്ളിലേക്ക് പോകും. ഈ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നം വരുന്നത്. അപ്പം PM10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ അവിടെ എത്തും. PM2.5 ആണെങ്കിൽ കുറച്ചുകൂടിയും പോകും, കാരണം ചെറിയ സൈസ് ആണ്. അപ്പൊ അവിടെ അതിൽ പിന്നെയും ലോവർ റെസ്പിറേറ്ററി ട്രാക്ടിൽ PM1 ആകുമ്പോൾ ആൽവിയോളൈ വരെ എത്തും. ഏകദേശം ലങ്സിൽ ഫുൾ സ്പ്രെഡ് ആയി കിടക്കുന്നതാണ്. പിന്നെ അതിലും ചെറുതാകുമ്പോൾ അതും ആ ആൽവിയോളൈന്റെ ആ ബാരിയറും ബ്രേക്ക് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തും. അപ്പം അങ്ങനെ ഒരു അതാണ് ആ ഒരു സൈസ് ചെറുതാവും തോറും ഇതിന്റെ ട്രാൻസ്പോർട്ട് ബോഡിയിൽ വളരെയധികം വർദ്ധിക്കുകയും അതിനോടനുബന്ധിച്ച് പല പ്രശ്നങ്ങളും വരും. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നതിന്റെ മുകളിൽ കുറെ കോമ്പൗണ്ട്സ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ പല കെമിക്കൽ സ്പീഷീസും അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ കെമിക്കൽ സ്പീഷീസ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് പല എഫക്ട്സും കോസ് ചെയ്യാം, പല എഫക്ട്സും കോസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി എയർ പൊല്യൂട്ടന്റിന്റെ ഹെൽത്ത് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എല്ലാ ഭാഗത്തും, അതായത് ഹെഡ് തൊട്ട് ബോഡിയുടെ എല്ലാ ഭാഗത്തും ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു എയർ പൊല്യൂട്ടൻസിന് ഒരു എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നുണ്ടാവും. നമ്മുടെ എന്താ പറയാ, റെസ്പിറ്റോറി പ്രശ്നങ്ങൾ, കാർഡിയോ വാസ്കുലർ പ്രശ്നങ്ങൾ, അതിനെ ഹെഡ് ഏക്ക്, പിന്നെ സോർ ത്രോട്ട്, ഐ ഇറിറ്റേഷൻ, നോസ് ഇറിറ്റേഷൻ, ഇതിനെ പറ്റിയിട്ടെല്ലാം കേൾക്കുന്നുണ്ടാവും. അപ്പം ഏകദേശം നമ്മുടെ ബോഡിയുടെ മൊത്തം എയർ പൊല്യൂട്ടൻസിന് എഫക്ട് ഉണ്ടാക്കാൻ കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് വളരെയധികം കൺസേൺ ഉണ്ട്. ഇനി ഒരു എയർ പൊല്യൂഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അതിന്റെ എമിഷൻ സോഴ്സസ്, പിന്നെ അതിനുശേഷം എമിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ എമിഷൻ സോഴ്സസിനെ പറ്റി പറയാം. ലൈക്ക് എമിഷൻ സോഴ്സിൽ നിന്ന് വരുമ്പോൾ പൊല്യൂട്ടന്റ് എങ്ങനെയാണോ എമിഷൻ സോഴ്സ് നിന്ന് പുറത്തോട്ട് വരുമ്പോൾ അതേപോലെ എങ്ങനെയാണോ എമിഷൻ സോഴ്സ് നിന്ന് വരുന്നത് അതിനെ നമ്മൾ പ്രൈമറി പൊല്യൂട്ടന്റ്, അതേ ഫോം ഒന്നും അതിന് ചേഞ്ച് ഒന്നും വരാതെ എങ്ങനെയാണോ അതിന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് എമിഷൻ സോഴ്സ് നിന്ന് വരുമ്പോൾ അതിനെ നമ്മൾ പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറയുന്നു. അതിനുശേഷം അറ്റ്മോസ്ഫിയറിൽ എത്തിയതിനു ശേഷം അതിന് വേറെ ഗ്യാസസ് ആയി റിയാക്ട് ചെയ്യുക, അല്ലെ വേറെ പൊല്യൂട്ടൻസ് ആയിട്ട് റിയാക്ട് ചെയ്യുക, സൺലൈറ്റിന്റെ പ്രസൻസിൽ ഒക്കെ ആകുമ്പോൾ അത് വേറൊരു ഫോമിലേക്ക് മാറും. അതിനെ നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് പറയും. അപ്പം പ്രൈമറി പൊല്യൂട്ടന്റും സെക്കൻഡറി പൊല്യൂട്ടന്റിനെയും പറ്റിയിട്ട് നമുക്കൊരു നല്ല ഐഡിയ വേണം. ഈ സെക്കൻഡറി പൊല്യൂട്ടൻസ് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി പൊല്യൂട്ടൻസിനെക്കാളും മച്ച് ഡേഞ്ചറസ് ആവും. എസ്പെഷ്യലി അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഫോട്ടോ എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റിന്റെ ഒരു പ്രസൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഈ ഒരു പ്രൈമറി പൊല്യൂട്ടൻസിന് മാറ്റങ്ങൾ വരികയും അവിടെ വേറെ കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഗ്യാസസ് ആയി റിയാക്ട് ചെയ്തതിനു ശേഷം പെറോക്സി അസൈൽ നൈട്രേറ്റ്, പാൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ വേറെ പല ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ടായതിനു ശേഷം അവിടെ ഒരു വിസിബിലിറ്റിന്റെ ഒരു ഹേസ് പോലെയെല്ലാം ഫോം ചെയ്ത് അതാണ് നമ്മളൊരു ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അത് നമ്മൾക്ക് പല ഹെൽത്ത് ഇമ്പാക്ട്സും ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ആസിഡ് പ്രസിപ്പിറ്റേഷൻ. അപ്പം ഈ സെക്കൻഡറി പൊല്യൂട്ടൻസ് കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ്. പിന്നെ അതിനുശേഷം ഫോർമേഷൻ, ഇപ്പൊ ഇതിന്റെ ഫോർമേഷൻ ആയി കഴിഞ്ഞാൽ അതിനുശേഷം ഇതെങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ പൊല്യൂഷന്റെ ഡൈല്യൂഷൻ സംഭവിക്കുന്നു. അതിന് പ്രസിപ്പിറ്റേഷൻ, മഴ ഒരു കാരണമാണ്, അതുപോലെ തന്നെ അവിടുത്തെ വിൻഡ് പാറ്റേൺ ഒരു കാരണമാണ്. അതൊക്കെ ഇനി വരുന്ന സ്ലൈഡിലേക്ക് ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
പിന്നെ അതുപോലെ പൊല്യൂട്ടൻ കോൺസെൻട്രേഷൻ, ഒരു സ്ഥലത്തെ പൊല്യൂട്ടൻ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടുത്തെ ഒരു ഭൂഘടനയാണ്, ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ. ഇപ്പം കൂടുതൽ അർബനൈസ്ഡ് ഏരിയയിലാണെങ്കിൽ കുറെ ബിൽഡിങ്സ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെന്റിലേഷനൊക്കെ ചെറിയ എഫക്ട് വരുമ്പോൾ എങ്ങനെ പൊല്യൂഷൻ ബിൽഡപ്പ് നടക്കും. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ടനസ് സിസ്റ്റം ഉണ്ടാവുന്ന സമയത്ത് അവിടെ എങ്ങനെ ആ മൗണ്ടനസ് സിസ്റ്റം പൊല്യൂഷനെ എഫക്ട് ചെയ്യുന്നുള്ളത് ഒക്കെ നമ്മളപ്പോ ഒരു പൊല്യൂഷനെ പറ്റി പഠിക്കുമ്പോൾ ഈ ഒരു കാരണം, ഈ എല്ലാം നമ്മൾ നോക്കണം. എന്നാലേ നമുക്ക് ആ ഒരു സ്ഥലത്തുള്ള എങ്ങനെയാണ് അതിന്റെ ഒരു ഡൈനാമിക്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ആദ്യം തന്നെ നമുക്ക് കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യനെ പറ്റിയിട്ട് ഒരു നല്ല ഓവർവ്യൂ വേണം. ഇന്ത്യ എന്താണ് ഇന്ത്യയിലുള്ള ഒരു പൊല്യൂഷന്റെ ഒരു ഡൈനാമിക്സ് എന്ന്. അപ്പൊ ഏകദേശം 20 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് വേൾഡില്, അതിൽ 15 എണ്ണവും നമ്മളാണ്. റാങ്കിങ്ങിൽ വളരെ മുന്നിലാണ് നമ്മൾ. അതൊരു നല്ല കാര്യമല്ല, അത് വളരെ ഒരു കൺസേൺ ഉളവാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പം എവിടെയാണ് ഈ 15 നഗരങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരങ്ങളുടെ ഈ ലൊക്കേഷന് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡോ ഗാൻജറ്റിക് സമതല പ്രദേശം അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ്, ഈ ഒരു റീജിയനിലാണ് ഈ മാക്സിമം ഈ 15 പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുമോ കേരളത്തിലും അങ്ങനെ സൗത്ത് ഇന്ത്യയിലും അവിടെ ഒന്നും അല്ല വലിയ പ്രശ്നമില്ലല്ലോ, അപ്പൊ നമ്മളെല്ലാം സേഫ് ആണല്ലോ. പക്ഷെ അല്ല, സേഫ് അല്ല. വളരെ പ്രശ്നം, വലിയ ഡിഫറൻസ് ഒന്നും പൊല്യൂട്ടന്റിന്റെ ലെവലിൽ ഇല്ല. എസ്പെഷ്യലി PM2.5 ഒരു സ്റ്റഡി ഈ അടുത്ത് 2020 വന്ന ഒരു സ്റ്റഡിയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യനെ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. നോർത്ത് ഇന്ത്യ, ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഈ ഫിഗറിൽ കാണാം. എന്നിട്ട് അവർ അവിടുത്തെ PM2.5 ആനുവൽ ആവറേജ് ആണ് മെഷർ ചെയ്തത്. PM2.5 ഞാൻ പറഞ്ഞു നല്ല ഹെൽത്ത് എഫക്ട് ഉണ്ടാക്കും, അതിന്റെ ഒരു സൈസും ഇതെല്ലാം വെച്ച്. അപ്പൊ അതിനെ കൊണ്ട് തന്നെ അതിന് നല്ലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എയർ പൊല്യൂഷൻ സ്റ്റഡീസിൽ എപ്പോഴും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ തന്നെയാണ് PM2.5 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഓരോ ലൊക്കേഷനിലുള്ള അർബൻ ഏരിയയും റൂറൽ ഏരിയയും എടുക്കുകയും അവിടുത്തെ PM2.5 നമ്മൾ മെഷർ. നമ്മൾ പറയാം അർബൻ ഏരിയയിലാണ് കൂടുതൽ പ്രശ്നം, റൂറൽ ഏരിയയിൽ അത്ര പ്രശ്നമില്ല. പിന്നെ റൂറൽ ഏരിയയിൽ ചില സോളിഡ് വേസ്റ്റ് അങ്ങനത്തെ സോളിഡ് ഫ്യൂവൽസ്, ബയോ ഫ്യൂവൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബയോമാസ് ഫ്യൂവൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് പൊല്യൂഷൻ ഉണ്ട്. പക്ഷെ എന്നാലും പോപ്പുലേഷൻ ഒക്കെ കുറവല്ലേ, വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഈ സ്റ്റഡിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത് എന്താന്ന് വെച്ചാൽ ആ ഒരു വലിയൊരു ഫ്ലക്ച്വേഷൻ, ഈ റൂറൽ അർബൻ എന്ന് പറഞ്ഞ ഒരു ഫ്ലക്ച്വേഷൻ ഈ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. പിന്നെ ഏകദേശം 84% പോപ്പുലേഷൻ ഇന്ത്യയിൽ അൺസേഫ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അൺസേഫ് എയറിനോട് എക്സ്പോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സേഫ് അല്ല എന്നുള്ളതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിൽ നമുക്ക് കാണാം പൊല്യൂഷൻ PM2.5 ലെവൽ കൂടുതലാണ്, പക്ഷെ നമ്മുടെ ഇവിടെ കുറവാണല്ലോ. അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്. WHO സേഫ് സ്റ്റാൻഡേർഡും 10 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഒരു ആനുവൽ ആവറേജ് ഒരു കൊല്ലത്തേക്കുള്ള. അതുപോലെ ഇന്ത്യൻ സേഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 40 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ആനുവൽ ആവറേജ്. ഇത് രണ്ടും എല്ലാ സ്ഥലങ്ങളും ക്രോസ് ചെയ്യുന്നുണ്ട്. അത് സൗത്ത് ഇന്ത്യയിലാണ് നമ്മുടെ പ്ലേസും കിടക്കുന്നത്. അപ്പൊ അതും നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സേഫ് സ്റ്റാൻഡേർഡിന്റെ മുകളിൽ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കൂടി കുറഞ്ഞു എന്നുള്ളത് നോക്കുന്നതിലും അതിനൊരു ഹെൽത്ത് എഫക്ട് അവിടെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കൊരു സംശയം വരും, എന്തുകൊണ്ട് ഈ WHO കുറവും ഇന്ത്യൻ സേഫ് സ്റ്റാൻഡേർഡ് കുറച്ച് മുകളിലും? അതിന് കാരണമുണ്ട്. കാരണം പല സ്ഥലത്തും ഞാൻ പറഞ്ഞു ടോപ്പോഗ്രഫിയും ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ ഒരു എമിഷൻസ്. സാധാരണ ഇപ്പൊ പൊല്യൂഷൻ ഇല്ലാത്ത ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ലെവൽ PM ലെവൽ ചിലപ്പം ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഡെസേർട്ട് റീജിയൻസിൽ ചിലപ്പോൾ PM വിൻഡ് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വരും. കാരണം അവിടെ വെജിറ്റേഷൻ കവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണോ വരുന്ന ആ സോയിലിനെ വിൻഡ് അടിച്ച് അറ്റ്മോസ്ഫിയറിൽ കുറെ മിനറൽ പാർട്ടിക്കുലേറ്റ്സ് എല്ലാം വരാം. അപ്പൊ അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ലെവൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടുത്തെ ഒരു ടോപ്പോഗ്രഫിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ WHO സേഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വേൾഡിലുള്ള എല്ലാ സ്ഥലങ്ങളെയും എടുത്തിട്ട് ഒരു ആവറേജ് ആണ് അവർ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യൻ സേഫ് സ്റ്റാൻഡേർഡ് നമ്മുടെ ഇവിടെ ഉള്ള ഒരു ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ യൂറോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 5 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബിനേക്കാളും താഴെയാണ്. ഇപ്പൊ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ 2009 ശർമ്മ എട്ടാള് ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഏകദേശം 17 തൊട്ട് 28 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ PM2.5 ബാക്ക്ഗ്രൗണ്ട് ലെവൽ. അപ്പൊ അതിനേക്കാളും ആന്ത്രോപോജനിക് ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പാക്ട്സോ ഉണ്ടാക്കുന്ന അതിനേക്കാളും കുറച്ചുകൂടി ഒരു ലെവൽ ഹയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 40 ആനുവൽ സ്റ്റാൻഡേർഡ്. അപ്പൊ അതാണ്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു സേഫ് സ്റ്റാൻഡേർഡ് ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റഡിയിൽ തന്നെ അവർ PM2.5 മെഷർ ചെയ്ത സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു സ്ട്രൈപ്പ് പോലെ കാണാം. അതാണ് ആ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിന്റെ റീജിയൻ. ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് എത്രത്തോളം ഈ സ്ഥലങ്ങളിലെല്ലാം PM2.5ന്റെ ഒരു അളവുണ്ട് എന്നുള്ളത് അവർ മെഷർ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു റീജിയനിലാണ്. ഇവിടെ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൊല്യൂഷന്റെ ഒരു ലോഡ് വരുന്നത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പെർഷൻ, ടോപ്പോഗ്രഫി, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും പൊല്യൂട്ടന്റിന്റെ ലെവൽ. അപ്പൊ പിന്നെ അതുപോലെ അവിടുത്തെ ആക്ടിവിറ്റീസും, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു റീജിയനിൽ ഇത്ര ഒരു പൊല്യൂഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കേരളത്തിൽ പൊല്യൂഷൻ കുറവാകുന്നതിന്റെ ഒരു റീസൺ തന്നെ നമുക്ക് ഏകദേശം നന്നായിട്ട് മനസ്സിലാവും. സ്റ്റബിൾ ബേണിങ്, അല്ലെങ്കിൽ നമ്മളെ ഈ എന്താ പറയാ, അഗ്രികൾച്ചർ ഹാർവെസ്റ്റ്, കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം ഇവരെ കൂട്ടി കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പഞ്ചാബ്, ഹരിയാന എന്നുള്ള പ്ലേസിൽ, ഡിസ്ട്രിക്ട്സിൽ വലിയ തോതിൽ അഗ്രികൾച്ചർ നടക്കുന്നത്. നമ്മളൊന്നുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത്രയും ലാർജ് ഫീൽഡുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഈ ഹാർവെസ്റ്റ് കൊല്ലത്തിൽ 2 വട്ടം ഉണ്ടാവും. അപ്പം സമ്മറിലും അതുപോലെ ഈ ഒക്ടോബർ ആ ഒരു മാസങ്ങളിലാണ് അടുത്തൊരു ഹാർവെസ്റ്റ് വരുന്നത്. അപ്പൊ ആ ടൈമിലാണ് ഇവര് നന്നായിട്ട് ഈ ബാക്കി വരുന്ന റെസിഡ്യൂ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നായിട്ട് അവർ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 23 മില്യൺ ടൺ ഒരു കൊല്ലം ഈ വേസ്റ്റ്, ഈ സ്റ്റബിൾ അവർ കത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം എമിഷൻ നമുക്കറിയാം. നമ്മൾ കുപ്പ കൂട്ടിയിട്ട് കത്തിച്ചാൽ തന്നെ എത്രത്തോളം പുക വരും. അപ്പൊ ഇത്രയും ഒരു ലാർജ് ക്വാണ്ടിറ്റി ഇത് കത്തിക്കുമ്പോൾ അത്രയും ഒരു എമിഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന്. രണ്ടാമത്തത് അവിടുത്തെ വെഹിക്കുലർ ഡെൻസിറ്റി. അവിടുത്തെ വെഹിക്കുലർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇപ്പൊ വെഹിക്കുലർ ഡെൻസിറ്റി കൊണ്ട് പൊല്യൂഷൻ ഉണ്ടാവും, പക്ഷെ അതിന് വേറെ ഒരു ഫാക്ടറും കൂടി അവിടെ ആഡ് ചെയ്യുന്നു. ഈ വെഹിക്കുലർ ഡെൻസിറ്റി എന്താ പറയാ, നമുക്ക് വെഹിക്കുലർ ഡെൻസിറ്റി ഹോൾഡ് ചെയ്യാനുള്ള റോഡ്സ് അവിടെ അത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യാനുള്ള റോഡ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ട്രാഫിക് കൺജഷൻസും ജാംസും ഒക്കെ ഉണ്ടാവും. ഈ ട്രാഫിക് കൺജഷൻ ഉണ്ടാവുന്ന സമയത്ത് പൊല്യൂഷന്റെ ലോഡ് കൂടുതലാവുന്നുള്ള സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർ കമ്പഷൻ നടക്കുകയാണ്. ഇപ്പൊ എന്തൊരു ഓർഗാനിക് മാറ്ററിന്റെയും നല്ലൊരു കമ്പഷൻ നടക്കുകയാണ്, അവസാനത്തത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മാത്രം, ബാക്കിയുള്ള ഒന്നും വരില്ല. പക്ഷെ പ്രോപ്പർ കമ്പഷൻ അല്ല നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള കോമ്പൗണ്ട്സ് വരാൻ തുടങ്ങും. ഇങ്ങനത്തെ പൊല്യൂട്ടൻസിന്റെ അളവ് കൂടുക, സൂട്ട് പാർട്ടിക്കിൾ, അങ്ങനെ പല പല ഇൻകംപ്ലീറ്റ് കമ്പഷന്റെ ഭാഗമായിട്ട് പൊല്യൂട്ടൻ ലെവൽ വളരെ കൂടും. അപ്പൊ ഈ സ്ലോ ട്രാഫിക്കിൽ വരുന്ന സമയത്ത് ഈ ഒരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ പൊല്യൂട്ടന്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും. അത് വേറെ റീസൺ. പിന്നെ അവിടെ അത്രയും ലാർജ് പോപ്പുലേഷനും പല ഇൻഡസ്ട്രിയൽ സെറ്റപ്സ് വരുന്നുണ്ട്, കമേഴ്ഷ്യൽ സെറ്റപ്സ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കൺസ്ട്രക്ഷന്റെ ആവശ്യകത വളരെ കൂടുതലാണ് ഇങ്ങനത്തെ മെഗാ സിറ്റീസിലും, ഇങ്ങനത്തെ ബിസി ആയിട്ടുള്ള മേജർ സിറ്റീസിലും. അപ്പൊ അവിടെ അത്രത്തോളം കൺസ്ട്രക്ഷൻ, നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഡസ്റ്റിന്റെ കാര്യം. കാരണം ഇവിടെ തന്നെ നമ്മൾ റോഡിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഓരോ കൺസ്ട്രക്ഷനും അതേപോലെ റോഡിന്റെ ആക്ടിവിറ്റി നോക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് ഡസ്റ്റ് വരാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ ഒരു ഹ്യൂജ് ഏരിയയിലാണ് അവിടെയൊക്കെ ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇത് ഗാസിയാബാദ് ലാൻഡ്ഫില്ലിന്റെ ഒരു സ്ട്രക്ചർ ആണ്. ഗാസിയാബാദിന്റെ ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൗണ്ടൻ റേഞ്ചസ് പോലെയാണ് അവിടെ കിടക്കുന്നത്. നമുക്കൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഫിഗർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഈ ഒരാളുടെ ഒരു സൈസ് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ ഈ സൈസ് എത്രത്തോളം ഉണ്ട് എന്ന്. അപ്പൊ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ അൺസഗ്രിഗേറ്റഡ് ആയിട്ടാണ് വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി വെക്കുന്നത്. നമ്മൾ ഈ പ്രോട്ടോകോൾ ഒന്നും ഫോളോ ചെയ്യാതെ ആണല്ലോ എല്ലായിടത്തും ജനറലി ചെയ്യണം. അപ്പൊ ഈ അൺസഗ്രിഗേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ ചില ഫ്ലേമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവും, പല കോമ്പൗണ്ട്സ്, പല മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. അപ്പൊ ആ ഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇടയ്ക്ക് ഇങ്ങനെ കത്തി പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പ്രോപ്പർ കമ്പഷൻ ഒന്നും അല്ല അവിടെ നടക്കുന്നത്, ഒരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയിരിക്കും. അപ്പൊ ആ ഇൻകംപ്ലീറ്റ് കമ്പഷൻ കാരണം ഇത്രയും പിന്നെയും ഹസാഡസ് ആയിട്ടുള്ള വളരെ വളരെ ടോക്സിക് ആയിട്ടുള്ള കുറെ കെമിക്കൽസും അതുപോലെ തന്നെ ഈ പൊല്യൂട്ടൻസും PM10, PM2.5 അങ്ങനത്തെ പല കോമ്പൗണ്ട്സും അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഇത് ഒറ്റ ദിവസമല്ല, ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ, കത്തിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കുറേ നേരം പുകഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയതുകൊണ്ട് ഇങ്ങനെ സ്മോൾഡർ ചെയ്ത് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കും. അതിന്റെ അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പൊ ഇയർ റൗണ്ട് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പൊല്യൂട്ടന്റിന്റെ ലെവല് അവിടെ ഇത് ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. പിന്നെ വരുന്നത് തെർമൽ പവർ പ്ലാന്റ്സിന്റെ ഒരു ഇതാണ്. 2015 ഈ ഒരു ഏരിയയിലുള്ള ഒരു തെർമൽ പവർ പ്ലാന്റ്സിന്റെ ഏകദേശം അവിടെ ഒരു ഡെൻസിറ്റിയും കൂടുതലാണ് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. ഇത് 2015-ലുള്ളതാണ്.
179 പവർ പ്ലാന്റ്സ്. 2025 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം എത്ര തെർമൽ പവർ പ്ലാന്റ്സ് ആണ് നമ്മുടെ അവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. ഏകദേശം 289 പവർ പ്ലാന്റ്സ്. അതിന്റെ ഈ മെഗാ വോട്ടും കൂടി നോക്കണം. 1,90,000 ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4,82,003 മെഗാവോട്ട് ആണ്. അപ്പൊ അത്രയും കപ്പാസിറ്റി എല്ലാം കൂട്ടുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു എത്രത്തോളം ഇതെല്ലാം ബേസിക്കലി കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ്. ഈ കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കോളിൽ നിന്ന് വരുന്ന ഒരു വലിയ പൊല്യൂട്ടന്റ് ആണ് ഈ സൾഫർ റിച്ച് കോളാണ് നമ്മൾ ബേസിക്കലി ഇന്ത്യയിലൊക്കെ ബേൺ ചെയ്യുന്നത്. അപ്പൊ സൾഫർ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് അത്ര കൂടും. പിന്നെ അതുപോലെ തന്നെ PM10 ഒക്കെയാണ് ഈ PM10 സൂട്ട് പാർട്ടിക്കിൾസ്. ഭയങ്കര ഒരു എമിഷൻ ആവാം 2025 ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം അത് പ്രാവർത്തികമാവും എന്നുള്ളത് നമ്മൾക്ക് നോക്കിയിട്ട് കാണേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ എന്തായാലും അതൊരു വളരെ കൺസേൺ റിലേറ്റ് ചെയ്യണ ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ ഒരു ടോപ്പോഗ്രഫീന്റെ അവിടുത്തെ ഒരു ഭൂഘടനയുടെ ഒരു എഫക്റ്റും കൂടി അവിടെ ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ പൊല്യൂഷൻ ഇവിടെ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാൻ അവിടെ ഒരു അവസരം നടക്കുന്നില്ല. ഈ പൊല്യൂഷൻ ഡിസ്പർഷൻ നടക്കണം. അതായത് ഈ ഒരു വിൻഡ് പാറ്റേൺ കാരണം ഇതെല്ലാം പോയി ഇടിച്ചു നിൽക്കുന്നത് നമ്മുടെ ഹിമാലയൻ റേഞ്ച് അവിടെ ഒരു ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ പൊല്യൂട്ടൻസിന്. അപ്പൊ അത് അവിടെ ഇങ്ങനെ പൊല്യൂട്ടന്റിനെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഇതിനെ കെട്ടി നിർത്തുകയാണ് ഹിമാലയാസിന്റെ ഒരു ഹൈറ്റിന്റെ ആ ഒരു എഫക്ട് കാരണം അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഡാം കെട്ടുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ വെള്ളം പിടിച്ചു വെക്കാൻ ഒരു ബാരിയർ കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ സൈഡിൽ എന്താ പറയാ വെള്ളം ഉണ്ടാവില്ല. ഇപ്പുറത്ത് കാച്ച്മെന്റ് ഏരിയയിലാണെങ്കിൽ നല്ല ഹൈറ്റ് കാണും. അപ്പൊ അതേ ഒരു എഫക്റ്റ് ആണ് ഇവിടെ ഹിമാലയൻ റേഞ്ചസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിന്റെ ആ ഒരു ഫുൾ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹിമാലയൻ റേഞ്ച് കാരണം അവിടെ പൊല്യൂട്ടന്റിന്റെ ഡിസ്പർഷൻ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് പൊല്യൂട്ടന്റിന്റെ ലെവൽ ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ അവിടെ ഈ ഒരു പൊല്യൂട്ടന്റിന്റെ ലെവല് അത്രത്തോളം PM2.5 അത്ര ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം നമുക്കും ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു ഡിഫറെന്റ് ഒരു മെട്രോളജി ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിന്റെ കാര്യം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പൊ ഹിമാലയാസ് ഈ റീജിയനിൽ ഒരു പ്രശ്നം ചെറുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നല്ല മൺസൂൺ സിസ്റ്റം ആണ് കിട്ടാറുള്ളത്. അപ്പൊ ഈ മൺസൂൺ സിസ്റ്റം കിട്ടാനുള്ളതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് വരുന്ന വഴി അതിനെ ഓറോഗ്രാഫിക് ലിഫ്റ്റ് നടത്തി നമുക്ക് അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ച് നമുക്ക് നല്ല മാക്സിമം റെയിൻ തരുന്ന ഒരു സിസ്റ്റമാണ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാവിലെ നമ്മൾ ഈ വീട്ടിലെ പൊടിയും ഇതെല്ലാം അടിച്ചു വാരി തുടച്ച് കഴുകൂലേ, അതേ ഒരു എഫക്റ്റ് ആണ് എന്ത് ചെയ്യുക റെയിൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കുന്നത്. കംപ്ലീറ്റ് പൊല്യൂട്ടൻസിനെ അത് റിമൂവ് ചെയ്തുകൊണ്ട് ഫ്ലഷ് ചെയ്തു ഒരു ക്ലെൻസിങ് ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ പൊല്യൂട്ടൻ ലെവല് വളരെയധികം കുറയും. ഈ മൺസൂൺ സീസൺ നമുക്ക് അതായത് സ്ട്രോങ് മൺസൂൺ സീസൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറലി എയർ പൊല്യൂട്ടൻ ലെവൽ അങ്ങനെ ക്ലെൻസ് ചെയ്ത് അതുകൊണ്ട് അതിലൊരു കുറവ് നമുക്ക് ലഭിക്കുന്നു. നമ്മളെ മോസ്റ്റ് ഓഫ് ദി റീജിയൻ കോസ്റ്റൽ ഒരു മാരിടൈം ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ബ്രീസും സീ ബ്രീസും അതായത് റീജിയണൽ വിൻഡ്സ്. ഈ വിൻഡ്സ് ഉണ്ടാവുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു മോഷനിലാണ് ഈ ഒരു വിൻഡ്സും ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ നല്ലൊരു പൊല്യൂഷൻ ഡയലൂഷൻ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പല ടൗൺസും സിറ്റീസും സെലക്ട് ചെയ്ത് നടത്തിയ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പൊ ഇതിൽ നമ്മൾ എയർ പൊല്യൂഷൻ ഇൻഡെക്സ് ആണ് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എയർ പൊല്യൂഷൻ ഇൻഡെക്സ് നമ്മൾ എത്രത്തോളം അവിടുത്തെ എയർ ക്വാളിറ്റി മോശമാണെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ ഏകദേശം ഒരു 4 പൊല്യൂട്ടൻസ് മെഷർ ചെയ്യും. അതിൽ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എങ്ങനെയാണ് ഇവിടെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊല്യൂട്ടൻസ് മോണിറ്റർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഏത് പൊല്യൂട്ടന്റിനാണോ വരുന്നത് അതായിരിക്കും അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ ഒരു PM10 ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആ ഒരു ലെവലിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം KK റോഡും വൈറ്റില, കാക്കനാട്, പാലക്കാട്, കഞ്ചിക്കോട് ആ റീജിയൻ എല്ലൊക്കെ എന്താ പറയാ ഒരു മോഡറേറ്റ് എയർ ക്വാളിറ്റി ആണ്. ഈ മോഡറേറ്റ് എയർ ക്വാളിറ്റി ആകുമ്പോൾ എന്താണ് അതിന്റെ പോസിബിൾ ഹെൽത്ത് ഇമ്പാക്ട്സ് എന്നുള്ളത് ഈ ഒരു ടേബിൾ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ബ്രീതിങ് ഡിസ്കംഫർട്ട് ടു പീപ്പിൾ വിത്ത് ലങ്സ്, ആസ്മ ആൻഡ് ഹാർട്ട് ഡിസീസ്. നമ്മുടെ കൊറോണ ഡിസീസ് കിട്ടാൻ സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി നമുക്ക് ഈ ആസ്മ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നതെന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു മോഡറേറ്റ് ലെവൽ ആകുമ്പോഴത്തേക്കും ഓൾറെഡി റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇതും നന്നായിട്ട് എഫക്ട് ചെയ്യും.
പിന്നെ ഈ പോർ കോളർ കോഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സിലേക്ക് പോകുമ്പോൾ മാത്രമേ എന്താ പറയാ പ്രോലോങ്ഡ് എക്സ്പോഷർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നത്. പക്ഷെ ഇത് WHO ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 100ന്റെ മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിലാണ്. ഇതിപ്പോ ഇന്ത്യയുടെ ഒരു ഇതിനാണ്. പക്ഷെ WHO പറയുന്നത് വെച്ചാൽ ഇൻഡെക്സ് ഒരു 100ന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ഗെറ്റ് ഔട്ട് സൈഡ് എന്നാണ് പറയുന്നത്. പ്രോലോങ് എക്സ്പോഷർ, ക്രോണിക് എക്സ്പോഷർ നല്ലതല്ല എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഇവിടെ എന്തായാലും ഈ ഒരു കളർ കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഒരു കളർ, അതുപോലെ തന്നെ ഈ ഓരോ പൊല്യൂട്ടൻസിനും ഒരു ഡിഫറെന്റ് കളർ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഇപ്പൊ നമ്മൾ ഒരു പൊല്യൂട്ടന്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ വേറെ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് 4 ഡിഫറെന്റ് സെറ്റ് ഓഫ് പൊല്യൂട്ടൻസ് നോക്കിയതിന് ശേഷം നമ്മൾ ഇൻഡെക്സ് ഇടുകയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞുതരാം. ഇതാ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമ്മൾ ഓരോ പൊല്യൂട്ടൻസിനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് അതിനെ കളർ കോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കാണാം PM 2.5 91 to 120. അപ്പൊ ഇവിടെ 92 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കളർ കോഡിങ് അതിനവിടെ കൊടുത്തത്. അപ്പൊ ഇവിടെ തന്നെ PM 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 251 to 350, PM 2.5 എന്ന് പറഞ്ഞാൽ 91 to 120. അതാണ് ഞാൻ പറഞ്ഞ സൈസ് മാറ്റർ ചെയ്യുന്നുണ്ട് നമ്മളെ ഹെൽത്ത് എഫക്ട്സിന്. അതുകൊണ്ടാണ് അതിനൊരു കുറച്ചുകൂടി ലോ വാല്യൂ വെച്ചിരിക്കുന്നത്. പിന്നെ കളറിനനുസരിച്ചിട്ട് ഹെൽത്ത് ഇമ്പാക്ട്സ് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഇതന്നെ നോക്കിയാൽ മതി. ഈ കളർ കോഡിനനുസരിച്ചുള്ള ഹെൽത്ത് ഇമ്പാക്ട്സ് ആണ് എല്ലാത്തിനും വരുന്നത്. അപ്പം അതാണ് അതിന്റെ നമ്മൾ ചെയ്ത ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി എന്താണ് നമ്മുടെ നാട്ടിലെ മെയിൻ കൾപ്രിറ്റ്സ്? നമ്മൾ ഇപ്പം റോഡിലൂടെ എല്ലാം നടക്കുന്ന സമയത്തോ അല്ല വണ്ടിയിൽ പോകുന്ന സമയത്തോ അല്ലെ ഈവൻ ബസ് നമ്മൾ യാത്ര ചെയ്യുന്ന എവിടേക്ക് പോകുമ്പോഴും നമുക്ക് കാണാം ഇങ്ങനെ ഒരു മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഒക്കെ കൂട്ടി കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കത്തിച്ചിട്ടിട്ട് ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിന്റെ ആ ഒരു കുത്തണ സ്മെല്ല് നമുക്ക് എപ്പോഴും കിട്ടാറ്. നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്ക് ഏകദേശം നമുക്ക് എവിടെന്നെങ്കിലും ഇതൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഇത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലാൻഡ് ഫില്ലിൽ നിന്ന് ഇങ്ങനെ പുക വരുന്ന കാര്യം തന്നെയാണ്. അതിപ്പോ നമ്മളെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് കത്തിക്കുന്നതെന്നുള്ളൂ. ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കത്തിക്കുമ്പോൾ ഏകദേശം അതിനൊരു ക്യുമുലേറ്റീവ് എഫക്ട് വരാം. അപ്പം അതൊരു കൺസേൺ ആണ് നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് റോഡ് ഡസ്റ്റും നമുക്കറിയാം, നമ്മളെ ഈ ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് അനുഭവിച്ചത് റോഡ് പൊളിക്കുക, പിന്നെ അങ്ങനെ ചെയ്യുക, പിന്നെ പൈപ്പ് ലൈൻ ഇടുമ്പോൾ അതിന്റെ അതേപോലെ അതുപോലെ തന്നെ ഓരോ റോഡിന്റെ വർക്കൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാണാം ഒരു വാട്ടറിങ്ങും ഇല്ല. മറ്റേ റോഡ് ഡസ്റ്റ് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടറിങ്ങും സ്വീപ്പിങ്ങും ഒന്നും നടക്കാതെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അതിലൂടെ ഈ വണ്ടി എല്ലാം പോകുമ്പോൾ ആ വണ്ടി ഓടിക്കുന്നവരും ഇത്രയും പൊല്യൂട്ടൻസിന് എക്സ്പോസ്ഡ് ആണ്. ഇത് PM 10 ഒക്കെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഏകദേശം PM 10 ഒക്കെ 300ന്റെ മുകളിൽ പോയി ഡൽഹി ലെവലിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഈ PM 10 ഇത്രയും ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ സാറ് മെൻഷൻ ചെയ്ത പോലെ ഘനലോഹങ്ങളൊക്കെ PM 10 വളരെയധികം കൂടുതലാണ്. അപ്പം പല ഘനലോഹങ്ങളായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആണ്, എസ്പെഷ്യലി ഈ റോഡ് ഡസ്റ്റിൽ നിന്ന്. അപ്പൊ അത്രത്തോളം ഈവൻ കുറച്ച് സമയം നമ്മളിപ്പോ ഈ റോഡിന്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മാസമോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും എക്സ്പോഷർ എടുത്തിട്ടാണ് ദിവസം അതിലൂടെ പോകുന്നത്. അപ്പൊ ഇപ്പൊ കൊറോണ വന്നതിന്റെ ഭാഗമായിട്ട് N95 മാസ്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കുറെ പൊല്യൂട്ടൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്, അത് യൂസ് ചെയ്യണം. കാരണം ഇതിന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെല്ലാവരും ചെയ്യും. ഇപ്പൊ എപ്പോഴും അധികം ഞാൻ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഈ ഒരു ബേസിലാണ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ആൾക്കാർ എല്ലാം കൂടി എടുത്തിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടിയെടുത്ത് കത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞല്ലോ, ആ ഒരു നല്ല മാനേജ്മെന്റ് പ്രാക്ടീസ് ആണ്, എല്ലാം അങ്ങനെ കത്തി അങ്ങ് പോവല്ലോ എന്നുള്ള. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ പല മെറ്റീരിയൽസ് ആണ്, പ്ലാസ്റ്റിക് വരും, ടെക്സ്റ്റൈൽ വരും, അങ്ങനത്തെ പല കാർഡ്ബോർഡ് സാധനങ്ങളും അതിന്റെ പിന്നെ പേപ്പർ എല്ലാം വരുന്ന സമയത്ത് അതിലൊക്കെ കുറെ ഘനലോഹങ്ങള്, അതുപോലെ ഓർഗാനിക് കണ്ടാമിനൻസ്, അങ്ങനെ പല ടോക്സിക് സബ്സ്റ്റൻസുകൾ അതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോ അത്രയ്ക്ക് കത്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ കത്തിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്മെല്ലൊക്കെ എല്ലാ വീട്ടിലും, ഇപ്പൊ വേറെ അപ്പുറത്തൊക്കെ വീട്ടിൽ കത്തിക്കുന്നുണ്ട്, ആ സ്മെല്ല് അധികവും എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട്സ് ഒക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ വരും, നമ്മളെ എക്സ്പോസ്ഡ് ആണ് ഈ കോമ്പൗണ്ട്സിനോടൊക്കെ. നേരെ മറിച്ച് നമ്മൾ വൈകുന്നേരങ്ങളിലുള്ള കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മെട്രോളജിക്ക് അവിടെ ഒരു റോൾ ഉണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മാക്സിമം ആ സ്മെല്ലൊന്നും ഇല്ല നേരെ മുകളിലോട്ട് പോകുന്നത് പുകകൾ.
അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ കാരണം നമ്മളെ പൊല്യൂഷൻസിന്റെ ഒരു പൊല്യൂട്ടന്റിന്റെ ഡിസ്പേഴ്സൽ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ മാക്സിമം ഒരു നല്ല നൂൺ ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൺവെക്ഷൻ നടക്കുന്നത്. അതായത് മുകളിലോട്ട് എയർ പുഷ് ചെയ്യുന്ന വോം എയർ മുകളിലോട്ട് തള്ളപ്പെടുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് പൊല്യൂട്ടൻസ് പുറത്തോട്ട് വിടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുകളിലോട്ട് പോയി ഡിസ്പെർഷൻ സംഭവിക്കും. നേരെ മറിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ആ ഒരു കൺവെക്ഷന്റെ സൂര്യപ്രകാശത്തിന്റെ റേഡിയൻസ് ഒക്കെ കുറയുമ്പോൾ വൈകുന്നേരം ആ സന്ധ്യ ടൈമിലൊക്കെ കൺവെക്ഷൻ കുറയുകയും പൊല്യൂട്ടൻ ഡിസ്പെർഷൻ നടക്കാതെ ഇരിക്കുമ്പോൾ അത് ഗ്രൗണ്ട് ലെവലിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കെ നമുക്ക് രാത്രി രാവിലെ 3 മണിക്ക് എന്തുവാണ് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ഒരു മെട്രോ അവിടുത്തെ ഒരു വെതറിന്റെ ഒരു ഇൻഫ്ലുവൻസ്. അതായത് രാവിലെ ഇതേപോലെ ഒരു ടെമ്പറേച്ചർ തെർമൽ ഇൻവേർഷൻ നടക്കുന്ന സമയത്താണ്. അപ്പൊ ഒരു പൊല്യൂഷന്റെ ഡിസ്പെർഷൻ നല്ലതായിട്ട് നടക്കാത്തതുകൊണ്ട് മാക്സിമം കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുകയും അതിന്റെ എഫക്ട് അവിടുത്തെ അത്രയും പേർക്ക് ഇപ്പോഴും എന്താ പറയാ എത്രയോ പേര് അവിടെ മരണപ്പെടുകയും അങ്ങനത്തെ അതിന്റെ വേറെ ഹെൽത്ത് എഫക്ട്സ് ഒക്കെ അവർക്ക് ഉണ്ടായി. അപ്പൊ അത് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ വൈകുന്നേരങ്ങളിൽ ഈ സന്ധ്യാസമയത്ത് കത്തിക്കുന്നത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. കാരണം എന്നും നമ്മൾ ക്രോണിക് എക്സ്പോഷർ, നമ്മളല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് നമ്മൾ എന്നും അതൊരു ഡേഞ്ചറസ് കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എസ്പെഷ്യലി ഇനി കത്തിക്കുകയാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക്സും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കുപ്പ കത്തിക്കണമെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് കത്തിച്ചു കഴിഞ്ഞാൽ മാക്സിമം അത് മുകളിലോട്ട് പോയി പൊല്യൂഷൻ പക്കയായിട്ട് ഡയല്യൂഷൻ നടക്കും. അല്ലെങ്കിൽ അത് എല്ലാവർക്കും എക്സ്പോഷർ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരുടെ അടുത്തും ഒന്ന് പറയണം. ഇനി അടുത്തത്, നമ്മൾ ഈ മാർക്കറ്റ് റീജിയൻസിലൊക്കെ നമ്മൾ രാത്രിയൊക്കെ പോകുമ്പോൾ ഈ കടക്കാരൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് പൂട്ടി പോകുന്ന സമയത്ത് നമുക്ക് കാണാം അതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു ഡ്രം വെച്ചിട്ടുണ്ടാവും, അയണിന്റെ ഡ്രം. അതിൻ്റെ ഉള്ളിലാണ് എല്ലാ സാധനവും, പ്ലാസ്റ്റിക്, ടിന്ന് എല്ലാം അതിന്റെ ഉള്ളിലിട്ടിട്ടാണ് ഒരുമിച്ചിട്ട് കത്തിക്കുന്നത്. അപ്പൊ ഈ കത്തിക്കുന്ന സമയത്ത് അവരും അത്രത്തോളം ഹസാഡസ് കോമ്പൗണ്ട്സിനോട് എക്സ്പോസ്ഡ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് വീടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരും ഇതുപോലെ തന്നെ ഈ ഒരു പൊല്യൂഷന്, അതും രാത്രിയാണ് കത്തിക്കുന്നത്, അതും ശ്രദ്ധിക്കണം. പൊല്യൂഷൻ ഡയല്യൂഷൻ നന്നായിട്ട് നടക്കാത്ത ഒരു സമയത്താണ് അതും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ കോൺസെൻട്രേഷൻ ഒക്കെ ഏകദേശം രാവിലെ വരെ അവിടെ ചുറ്റുവട്ടത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പൊ അതൊക്കെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ വെഹിക്കുലർ പൊല്യൂഷൻ, അതും നമ്മുടെ നാട്ടിൽ ഒരു റോൾ പ്ലേ ഒരു കൾപ്രിറ്റ് ആണ്. ഇനി ഓപ്പൺ ബേണിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ബേണിംഗ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ക്ലൈമറ്റ് ത്രെറ്റിന് ഒരു പാർട്ട്ണർ ആണോ എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റും തന്നെയാണ് നമ്മൾ റബ്ബിഷ് എന്ന് പറയുന്നത്. അതിന് കളക്ട് ചെയ്തതിന്റെ ബേസിൽ ലണ്ടൻ കിങ്സ് ആൻഡ് ഇമ്പീരിയസ് കോളേജിലെ റിസർച്ചേഴ്സ് കണ്ടെത്തിയ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഈ സൂട്ട് പാർട്ടിക്കിളിന് ഏകദേശം ഗ്ലോബൽ വാർമിംഗ് എഫക്ട് കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിളാണ് ഈ സൂട്ട് പാർട്ടിക്കിൾ. അതിന് ഏകദേശം 2% തൊട്ട് 10% കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷന്റെ അതിന്റെ ഏകദേശം കമ്പാരബിൾ ആയിട്ടുള്ള സൂട്ട് എമിഷൻ ഇതിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പൊ ഉള്ള ഒരു അവസ്ഥ വെച്ചിട്ട്. ഇത് ഏകദേശം 70% കൂടുന്നാണ് പറയുന്നത് 2050 ആകുമ്പോഴത്തേക്കും. അപ്പം ഇതെല്ലാം നമ്മൾ സാധാരണ കത്തിക്കുന്ന ഇതിൽ തന്നെ വരുന്നത്, ഈ കുപ്പയും ഇതെല്ലാം അൺസെഗ്രിഗേറ്റ് ചെയ്യാതെ സ്പെഷ്യലി ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക്സ്, അങ്ങനത്തെ ഇതിൽ നിന്നെല്ലാം ഇൻകംപ്ലീറ്റ് കമ്പഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പാർട്ടിക്കിളാണ് ഇത്. ഞങ്ങൾ MD യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 6 ദിവസം ഞങ്ങൾ അവിടുത്തെ PM 2.5 സാമ്പിൾ ചെയ്തു എയറോസോൾസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. PM 2.5. അപ്പൊ അതില് ഈ സാമ്പിൾ ചെയ്യുമ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ തൊട്ടടുത്ത വീടുകളിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MD യൂണിവേഴ്സിറ്റിയിലുള്ള ക്ലീൻ ചെയ്യണ ചേച്ചിമാരെല്ലാരും കൂടി അവരെല്ലാം കത്തിക്കുന്നതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെയാണ് കത്തിക്കുന്നത്. ഏകദേശം എന്ത് വേസ്റ്റ് ആണെങ്കിലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് കത്തിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാ സർപ്രൈസിങ് ആയിട്ട് കാണാൻ പറ്റിയ എന്താന്ന് വെച്ചാൽ ഇത്രത്തോളം സൂട്ട് പാർട്ടിക്കിൾസ്, ഈ ബ്ലാക്ക് ആയിട്ടുള്ള സ്പോട്സ് കാണുന്നതൊക്കെ സൂട്ട് പാർട്ടിക്കിൾസ് ആണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇതെല്ലാം 2.5 മൈക്രോണിന്റെ താഴെയുള്ള പാർട്ടിക്കിൾസ്. 2.5 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 2.4 നിന്നും ആവണമെന്നില്ല, 0.1 വരാം, അതിൽ താഴോട്ടുള്ള വരാം. ഈ ഫിൽറ്ററിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫിൽറ്ററിന്റെ ഉള്ളിൽ കൂടെ അത് എസ്കേപ്പ് ചെയ്ത് പോവാത്ത രീതിയിലുള്ള പാർട്ടിക്കിൾസ് മുഴുവൻ അതിൽ ഇമ്പാക്റ്റഡ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ഇതിന്റെ സൈസ് കണ്ടില്ലേ ഓരോന്ന് എത്ര ചെറുതാണെന്നുള്ളത്. ബാക്കിലും ഇവിടെ വലുത്, ഇവിടെ കുറച്ച് വലുതാണ്, ഇവിടെയൊക്കെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് നടക്കുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ എക്സ്പോസ്ഡ് ആണ്, ഇത് നമ്മുടെ ലങ്സിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു എവിഡൻസ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്തത് റാമൻ സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ടാണ്.
അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ റെഫർ ചെയ്യണമെങ്കിൽ ഇത് ഒരു അന്താരാഷ്ട്ര ജേർണലിൽ മെറ്റീരിയൽസ് ടുഡേ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞ എൽസെവിയറിന്റെ ഒരു ജേർണലിൽ പബ്ലിഷ്ഡ് ആണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ അർബൻ ഹീറ്റ് ഐലൻഡ്, ഇതൊരു ഹിഡൻ ത്രെട്ട് ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു ഹിഡൻ ത്രെട്ട്. പൊല്യൂഷന്റെ കാര്യം പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ടും ജനറലി പറയണം. അപ്പൊ ഇതൊരു ഹിഡൻ ത്രെട്ട് ആണ് നമ്മുടെ. അപ്പൊ അർബൻ ഹീറ്റ് ഐലൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടെമ്പറേച്ചറിന്റെ ഒരു ലെവലാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതൊരു റെസിഡന്റ്, എന്താ പറയാ, റൂറൽ ഏരിയ, ഇതൊരു സെമി അർബൻ ഏരിയ, ഇതൊരു അർബൻ ഏരിയ, ഇത് സെമി അർബൻ, പിന്നെ എന്താ പറയാ ഇതുപോലെ ഒരു റൂറൽ ഏരിയ എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ ടെമ്പറേച്ചറിന്റെ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ അർബൻ ഏരിയന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും കൂടി വരും. അപ്പം ഈ അർബൻ ഏരിയ നിൽക്കുന്ന റീജിയൻസിൽ ചിലപ്പം ഒരു 2 തൊട്ട് 4 ഡിഗ്രി ടെമ്പറേച്ചർ, അല്ലെ 2 തൊട്ട് ഒരു 5 ഡിഗ്രി ടെമ്പറേച്ചർ, ഒരു ആനുവൽ ടെമ്പറേച്ചർ ബാക്കി അതിന്റെ സറൗണ്ടിങ് ഏരിയാസിനെക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനത്തെ ടെമ്പറേച്ചർ കാണപ്പെടുന്ന റീജിയൻസിന് നമ്മൾ ഈ വിത്തിൻ അർബൻ സ്പേസിൽ നമ്മൾ കാണുന്നതിന് അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് വിചാരിക്കും. ഈ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ലാൻഡ് അല്ലേ. അതുപോലെ തന്നെ ചുറ്റും ഏരിയയിൽ ടെമ്പറേച്ചർ കുറവും, ഈ ഒരു ഏരിയയിൽ ടെമ്പറേച്ചർ കൂടും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസും പിന്നെ റോഡിന്റെയും ഇതെല്ലാം മെറ്റീരിയൽസ് ഒക്കെ കോൺക്രീറ്റ്, ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പിന്നെ അതുപോലെ തന്നെ പെയിന്റ്സ് ഇതെല്ലാം ഡാർക്ക് സർഫസസ് ഒക്കെ വരുമ്പോൾ സമയത്ത് ഏറ്റവും കൂടുതൽ ഹീറ്റ് അവിടെ അബ്സോർബ് ചെയ്യപ്പെടും. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ആകുമ്പോൾ ഈ ഹീറ്റ് മെല്ലെ മെല്ലെ ഈ കോമ്പൗണ്ട് ഈ മെറ്റീരിയൽസ് റിലീസ് ചെയ്യും. അപ്പൊ ബാക്കി ചുറ്റുവട്ടത്തുള്ള ഇതിന്റെ ഏറ്റവും കൂടുതൽ എഫക്ട് മനസ്സിലാവുന്നത് വൈകുന്നേരത്തിന് ശേഷമാണ്. ലേറ്റ് ഈവനിങ് ആ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഹീറ്റിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 5 തൊട്ട് ഏകദേശം 12 ഡിഗ്രി വരെ ഫ്ലക്ച്വേഷൻ വരാ എന്നാണ് പറയുന്നത് സറൗണ്ടിങ് ഏരിയാസിനെ വെച്ചിട്ട് ഹീറ്റിന്റെ കാര്യത്തിൽ. അപ്പം അതാണ് അർബൻ ഹീറ്റ് ഐലൻഡ്. ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ സംശയമുണ്ട്. നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ഒരു സ്റ്റഡി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 തൊട്ട് 2013 ഡാറ്റ വെച്ചിട്ട് ബിൽഡപ്പ് ഏരിയ കൂടുന്ന അനുസരിച്ചിട്ട് അവര് കണ്ടെത്തിയെന്ന് വെച്ചാൽ അർബൻ ഹോട്ട്സ്പോട്ട്സ് കൊച്ചി നഗരത്തിൽ വളരെയധികം കൂടുന്നുണ്ട് എന്നാണ്. അതിന്റെ റീസൺ അവർ പറഞ്ഞിരിക്കുന്നത് ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ബെയർ ലാൻഡ്സ്, ഇതെല്ലാം കൂടി ഹോട്ട്സ്പോട്ട്സ് കോസ് ചെയ്യുന്നുണ്ട്. അപ്പം റെഗുലേറ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ആൻഡ് കൺസർവ് എക്സിസ്റ്റിംഗ് വെറ്റ്ലാൻഡ്സിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഇവിടെയും പ്ലേ ചെയ്യുന്നുണ്ട് അവര് ഹീറ്റ് ഐലൻഡ് ഒഴിവാക്കാൻ വേണ്ടി. മെയിൻറ്റെയിൻ വെർട്ടിക്കൽ ഗാർഡൻസ് ഓർ ഫെസിലിറ്റീസ് ഓൺ മെട്രോ പില്ലേഴ്സ്. ഇപ്പം ചില മെട്രോ പില്ലേഴ്സിലൊക്കെ നമുക്ക് ആ ഒരു വെർട്ടിക്കൽ ഗാർഡൻസിന്റെ അതിന്റെയൊക്കെ തുടക്കം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സംഭവം അവിടെ ഉണ്ട്. അപ്പം ഇതെന്താ ഈ വെജിറ്റേഷൻ അവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറയും. ഈ ഇവാപറേഷനും അതുപോലെ ട്രാൻസ്പിറേഷനും നടക്കുന്ന സമയത്ത് ഈ വെജിറ്റേഷനും അതുപോലെ വാട്ടർ ബോഡീസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ വരുന്ന എക്സസ് ഹീറ്റ് വെള്ളത്തെ നമ്മൾ വേപ്പർ ആക്കുമ്പോഴത്തേക്കും ഹീറ്റ് എനർജി വേണം. ആ എക്സസ് ഹീറ്റ് എടുത്തുകൊണ്ട് അത് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഒരു ഹീറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ ഈ വെജിറ്റേഷൻസും ഈ വാട്ടർ ബോഡീസിന്റെ ഇതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ. എസ്പെഷ്യലി അർബൻ ഏരിയാസിൽ വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം ഈ ഒരു ഇത് റെഡ്യൂസ് ചെയ്യാന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറെ ഇപ്പൊ ഗ്രീൻ റൂഫ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ വെജിറ്റേഷൻ ഒക്കെ ഗ്രോ ചെയ്യുന്നത് റൂഫ് ടോപ്പ് ഒക്കെ ആയിട്ട് ബിൽഡിങ്സിന്റെ അവിടെ. അതുപോലെ തന്നെ ഇതേപോലെ വെർട്ടിക്കൽ ഗാർഡൻസ് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പൊ ഇതിപ്പോ കൊച്ചിയുടെ കാര്യത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ അർബൻ ഹീറ്റ് ഐലൻഡ് പൊല്യൂഷന്റെ ഡിസ്പെർഷൻ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു നല്ല നമുക്ക് റീജിയണൽ വിൻഡ്സ് ആയിട്ടുള്ള സീ ബ്രീസും ലാൻഡ് ബ്രീസും കാരണം നമുക്ക് നല്ലൊരു പൊല്യൂഷന്റെ ഡിസ്പെർഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി സമയങ്ങളിലാണ് ഈ ഹീറ്റ് ഐലൻഡിന്റെ എഫക്ട് കൂടുതൽ. അതായത് അപ്പം ലാൻഡ് പെട്ടെന്ന് തണുക്കുകയും ചൂടാവുകയും ചെയ്യും. കടലിൽ അങ്ങനെയല്ല, ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതിനെ കൊണ്ട് മെല്ലെ തണുക്കുകയും മെല്ലെ ചൂടാവുകയോ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ലാൻഡും സീയും തമ്മിൽ അല്ലെ വാട്ടറും തമ്മിൽ ഉണ്ടാവും. അതിന്റെ ബേസിൽ അവിടെ എന്താ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റും അതുപോലെ ഒരു പ്രഷർ ഗ്രേഡിയന്റും ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു വിൻഡ് സർക്കുലേഷൻ ലഭിക്കും. ഇപ്പൊ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിലൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ ലാൻഡിൽ നിന്ന് നല്ല സ്ട്രോങ് ബ്രീസ് സംഭവിക്കും. പക്ഷെ ഈ ഹീറ്റ് ഐലൻഡ് എഫക്ട് വരുന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റിൽ വലിയ വ്യത്യാസം വരാത്തതുകൊണ്ട് അവിടെ ഒരു നല്ലൊരു സ്ട്രോങ് പ്രഷർ ഗ്രേഡിയന്റ് വരാത്തതുകൊണ്ട് അത്രയ്ക്ക് ഒരു ഡിസ്പേർഷൻ, അതായത് വിൻഡിന്റെ സ്പീഡോ അല്ലെങ്കിൽ വിൻഡിന്റെ ഒരു സ്ട്രെങ്ത് കുറയും. അപ്പൊ ആ സ്ട്രെങ്ത് കുറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല വിൻഡിന്റെ ആ ഒരു ഡയലൂഷൻ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്ട്രെങ്ത് വേണം. അപ്പൊ ആ സ്ട്രെങ്ത് കുറയുന്ന സമയത്ത് ഈ ഏരിയയിൽ പൊല്യൂഷൻ ബിൽഡപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടോൾ സ്റ്റോറി സ്ട്രക്ചർ കാരണം അവിടെ ഒരു പ്രോപ്പർ വിൻഡിന് ഒരു ഫ്ലോ ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയും പൊല്യൂട്ടൻസ് അവിടെ
അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഹീറ്റ് ഐലൻഡിനും പൊല്യൂട്ടൻസിനും വളരെ വലിയൊരു റോള് പ്ലേ ചെയ്യുന്നു. ഇതുപോലെ ഇത് ഞങ്ങളുടെ ഒരു സ്റ്റഡി തൃശ്ശൂർ വെച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതേപോലെ അർബൻ റീജിയൻസും റൂറൽ ഏരിയാസും വെച്ച് നമ്മളൊരു കമ്പാരിസൺ സ്റ്റഡി ചെയ്തു. അപ്പൊ അർബൻ ഏരിയാസിൽ ഏകദേശം 5 തൊട്ട് 10 ഡിഗ്രി ടെമ്പറേച്ചർ ഈവനിങ് ടൈമിൽ റൂറൽ ഏരിയാസിനെക്കാളും കൂടുതലാണ്. ഇത് ഞങ്ങൾ സ്റ്റഡി ചെയ്തത് സമ്മർ സീസണിലാണ്. അപ്പൊ ആ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രത്തോളം അത് അപ്പൊ തൃശ്ശൂരും ആ ഒരു ബിൽഡപ്പിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ നാരോ റോഡ്സും ബിൽഡിങ്സും അവിടുത്തെ ഒരു ഫ്രീ മൂവ്മെന്റ് ഓഫ് എയർ റിഡ്യൂസ് ചെയ്യപ്പെടുകയും അതിനാൽ അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ അർബൻ ഹീറ്റ് ഐലൻഡ് കൂടുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ തണുപ്പിക്കാൻ AC യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എനർജി കൺസംഷൻ, നമ്മൾ എനർജി കൺസംഷനും കൂടി നോക്കിയിട്ടുണ്ട് ഇവിടെ അർബൻ ഹീറ്റ് ഐലൻഡും. അതുകൂടെ തന്നെ ട്രാഫിക് കൺജഷനും എനർജി ഡിമാൻഡും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുകൊണ്ട് നമുക്ക് ഇൻക്രീസ്ഡ് എനർജി കൺസംഷൻ അവിടെ ആൾക്കാർ കൂടുതൽ മറ്റേ എന്താ പറയാ കൂളിംഗ് ഓപ്ഷനിലേക്ക് പോവുകയും അങ്ങനെ അവിടെ ഒരു എനർജി കൺസംഷൻ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സ്ലോ മൂവിങ് ട്രാഫിക് ആയിരുന്നു. ഈ നാരോ റോഡ്സ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സ്ലോ മൂവിങ് ട്രാഫിക് ആണ്. അപ്പൊ എന്താ ഹയർ ഫ്യൂവൽ കൺസംഷൻ, കൂടുതൽ ഫ്യൂവൽ വണ്ടികൾ എടുക്കും, മൈലേജ് കുറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഹയർ ഫ്യൂവൽ കൺസംഷൻ. ഇവിടെ ഈ ട്രാഫിക് കൺജഷൻ വരുന്ന കാരണം കൂടുതൽ പൊല്യൂട്ടൻസും ജനറേറ്റ് ചെയ്യപ്പെടും. സോ അപ്പൊ അതൊരു സൈക്കിൾ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ പൊല്യൂട്ടൻസിന്റെ ഡിസ്പേർഷൻ ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുന്ന ആളാണ് നമുക്ക് അതിന്റെ ഒരു ശരിക്കുമുള്ള ഒരു ഇമ്പാക്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഔട്ട്ഡോർ എയർ പൊല്യൂഷനെ പറ്റിയിട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇൻഡോർ എയർ പൊല്യൂഷനും വളരെയധികം കൺസേൺ ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിലും നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ഇൻഡോർ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എയർ ക്വാളിറ്റിന്റെ ഡീഗ്രഡേഷൻ, ഹാർംഫുൾ കെമിക്കൽസ് ആൻഡ് അതർ മെറ്റീരിയൽസ് ആണ്. അത് ഏകദേശം 10 ടൈംസ് വേഴ്സ് ആണെന്ന് പറയുന്നത് ഔട്ട്ഡോർ എയർ പൊല്യൂഷനെക്കാളും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോറിലുള്ള പോലെ അത്രത്തോളം ഡീഗ്രഡേഷൻ പൊല്യൂട്ടൻസിന് നടക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വെന്റിലേഷനും പുറത്തുള്ളതിന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിനുള്ളിൽ പുറത്തുള്ളതിന്റെ അത്ര ഒരു വെന്റിലേഷൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷനും വളരെയധികം വർദ്ധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഇമ്പാക്ട്സ് നോക്കുകയാണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻഡോർ എയറിന്റെ ക്വാളിറ്റി ഡീഗ്രഡേഷൻ കാരണം ഉള്ളത് കൂടുതലാണ് ഔട്ട്ഡോർ എയർ പൊല്യൂഷനേക്കാൾ. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെയധികം കൺസേൺ ഉണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നേരത്തെ ടെമ്പറേച്ചർ. ഇപ്പൊ ഇൻഡോർ എയർ ക്വാളിറ്റിയിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ നല്ല ടെമ്പറേച്ചർ കാണുമ്പോൾ നല്ല ഹ്യൂമിഡിറ്റി, നമ്മൾ കേരളത്തിന്റെ ഒരു കേസ് പറഞ്ഞാൽ നല്ല ഹ്യൂമിഡിറ്റി, അപ്പൊ നമുക്കൊരു തെർമൽ ഡിസ്കംഫർട്ട് വന്നിട്ട് നമ്മുടെ വർക്ക് പ്രൊഡക്ടിവിറ്റി കുറയാം ഇൻഡോർ എയർ ക്വാളിറ്റി. അതൊരു റീസൺ ആണ്. പിന്നെ ഈ ടെമ്പറേച്ചർ കാരണം തന്നെ ഹ്യൂമിഡിറ്റിയിലെ ഫ്ലക്ച്വേഷൻ, ടെമ്പറേച്ചറിന്റെ ഫ്ലക്ച്വേഷൻ കാരണം വീട്ടിന്റെ ഉള്ളിലുള്ള പൊല്യൂട്ടൻസിന് പല ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. അതിപ്പോ ഞാൻ ഇനി വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ചെയ്ത വർക്കിന്റെ ഭാഗമായിട്ട് കിട്ടിയതിനെ വെച്ച് പറയുമ്പോൾ ഞാൻ പറയാം. അപ്പം അതൊരു റോള് പ്ലേ ചെയ്യുന്നത് ഇതേപോലെ ടെമ്പറേച്ചർ. അതുപോലെ വെന്റിലേഷൻ, നമ്മളിപ്പോ വീട് അടച്ചുകൂടി കിടക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്മെല്ല് പോക്കാൻ നമ്മൾ എന്താ ജനറലി ചെയ്യുക? വിൻഡോസ് ഒക്കെ തുറന്നിടുക, ഫാനൊക്കെ നന്നായിട്ട് ഫാസ്റ്റിൽ ഓൺ ആക്കിയിടുക. ഇപ്പം കിച്ചണിലാണെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് ഫാൻ വെക്കും, ഫ്യൂമൂഡ്സ് വെക്കും. ഇതൊക്കെ ഇതിനൊരു നല്ല വെന്റിലേഷൻ പുറത്തോട്ട് തന്നെ തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ വിൻഡിന്റെ ട്രാൻസ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പൊല്യൂഷൻ ഡയലൂഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതും വെന്റിലേഷനും ഒരു ഫാക്ടറാണ്. പിന്നെ ഹ്യൂമിഡിറ്റി, ഈ ഹ്യൂമിഡിറ്റി ഈർപ്പം കൂടുന്ന സമയങ്ങളിൽ എസ്പെഷ്യലി മോയ്സ്ചർ ഒക്കെ കൂടുന്ന സീസൺ, നമുക്ക് മൺസൂൺ സീസണിലൊക്കെ അറിയാം, ഈ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ കൂടുന്ന സമയത്ത് നമുക്ക് ഈ കറുത്ത കുത്തുകളൊക്കെ കാണാം നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ, ഈ മോൾസും ഫംഗൽ ഗ്രോത്ത് ഒക്കെ. അപ്പൊ ഈ മൈക്രോബിയൽ ഗ്രോത്ത് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വരാം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂടുന്നതിന്റെ കേസായിട്ട് പൊല്യൂഷന്റെ ട്രാൻസ്ഫോർമേഷൻസ്, ചില പൊല്യൂട്ടൻസ് ട്രാൻസ്ഫോമും ചെയ്യും. അപ്പൊ അതും ഒരു ഫാക്ടറാണ് ഇൻഡോർ എയർ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പെറ്റ്സും പെസ്റ്റും, ഇത് രണ്ടും പുറത്തും അകത്തുമായിട്ട് ഇങ്ങനെ പോയി വരുന്ന ഓർഗാനിസംസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുള്ള കണ്ടാമിനൻസ് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഇവയെല്ലാം കാരണമാവുന്നുണ്ട്. അപ്പൊ അതും ഒരു ഫാക്ടറാണ്. പിന്നുള്ളത് മൈക്രോബ്സ്. ഞാൻ പറഞ്ഞ പോലെ ചില മൈക്രോബ്സ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ മൈക്രോബ്സിനെ ഒഴിവാക്കാൻ വളരെ ഡിഫിക്കൽട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അത്രയും വൃത്തിയാക്കി വെക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇപ്പൊ ഏകദേശം നമ്മളൊരു ബ്രെഡ് ഇങ്ങനെ തുറന്ന് ഒരു 4-5 ദിവസമൊക്കെ വെക്കുമ്പോഴേക്ക് അതിൽ നമുക്ക് ഫംഗൽ ഗ്രോത്ത് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ എൻവയൺമെന്റിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അത് ട്രോപ്പിക്കൽ എൻവയൺമെന്റ് ആകുമ്പോൾ സമയത്ത് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറിന്റെ അവൈലബിലിറ്റി കൂടുതലുള്ളപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽസ്, പല കെമിക്കൽസ് നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ യൂസ് ചെയ്യും. അപ്പൊ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആവട്ടെ, അതുപോലെ എന്താ പറയാ ക്ലീനിങ് ഏജൻസ്, ഡിറ്റർജൻസ്, അങ്ങനെ പല കെമിക്കൽസും നമ്മൾ യൂസ് ചെയ്യും. ഡിയോഡ്രൻസ്, ഇതിലെല്ലാം നമുക്ക് ചില
പൊല്യൂട്ടൻസ് ആയിട്ടുള്ള എക്സ്പോഷർ. പിന്നെ ഉള്ളത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, നമ്മളെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ ഷൂസിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോ അതിലെല്ലാത്തിലും പറ്റി പിടിക്കുന്ന പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ സസ്പെൻഡ്, പിന്നെ വെന്റിലേഷന്റെ ഭാഗമായിട്ട് ചില പാർട്ടിക്കിൾസ് വീട്ടിന്റെ ഉള്ളിലേക്കും ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആകുമ്പോഴത്തേക്ക് അതിൽ സർഫസ് ഏരിയ കൂടുകയും ഇങ്ങനത്തെ ഡിയോഡ്രൻസ് അല്ലെങ്കിൽ നമ്മൾ പല ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസിന്റെ മുകളിൽ നിന്ന് വരുന്ന ഫോർമാലിഡിഹൈഡ് അങ്ങനത്തെയൊക്കെ നമ്മുടെ ഫർണിച്ചറിന്റെ മുകളിൽ നിന്നൊക്കെ എന്താ പറയാ വോളറ്റലൈസ് ചെയ്ത് പോകും. ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഫോർമാലിഡിഹൈഡ്, യൂറിയ റെസിൻ എന്ന് പറഞ്ഞിട്ട് അത് പ്ലൈവുഡും ഇതിലൊക്കെ നമ്മൾ ഈ ഒട്ടിക്കാൻ വേണ്ടി അഡ്ഹസീവ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് ടെമ്പറേച്ചറും ഇതിന്റെ ഒരു ഫ്ലക്ച്വേഷൻ കാരണം അത് വോളറ്റലൈസ് ചെയ്ത് പുറത്തോട്ട് വരും. അപ്പൊ ഇങ്ങനത്തെ കുറെ കോമ്പൗണ്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഓരോ പാർട്ടിക്കിൾസിന്റെ മുകളിൽ അഡിയർ ചെയ്ത് നിൽക്കാൻ പറ്റും. സർഫസ് ഏരിയ കൂടുതൽ അതിനെക്കൊണ്ട് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇങ്ങനത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ മുകളിൽ അഡിയർ ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പൊ ഇവർ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അവരുടെ ഒരു പൊല്യൂട്ടൻസിന്റെ ഒരു സിങ്ക് ആയിട്ട് വേണമെങ്കിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആക്ട് ചെയ്യും. അപ്പൊ അതും ഒരു വലിയൊരു ഫാക്ടർ തന്നെ. പിന്നെ റാഡോൺ പൊല്യൂഷൻ, റേഡിയേഷൻ കാരണം, അതായത് റേഡിയത്തിന്റെ ഡീകെ, നാച്ചുറൽ ഡീകെ പ്രകാരം വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റാഡോൺ ഗ്യാസ്. ആ റാഡോൺ ഗ്യാസ് അതിനെ കൊണ്ട് തന്നെ ഈ ചെറിയ ക്രാക്സിലൂടെയും ഫൗണ്ടേഷനിലൂടെയൊക്കെ നമ്മുടെ സോയിൽ തന്നെ നമ്മൾ എസ്കേപ്പ് ചെയ്ത് വീട്ടിന്റെ ഉള്ളിൽ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ വരാം. ഈ യുറേനിയം തോറിയത്തിന്റെയും ഒരു ഡീകെ സംഭവിച്ചിട്ട് വരുന്ന ഒരു ഇതാണ് റേഡിയം കഴിഞ്ഞ് പിന്നെ അതിന് ഡീകെ സംഭവിച്ചാണ് ഈ റാഡോൺ ഗ്യാസ് വരുന്നത്. ഈ റാഡോൺ ഗ്യാസും ഇനി അവസാനം ഡീകെ ചെയ്ത് അവസാനം ഒരു ലെഡും പൊളോണിയം ഒക്കെ ആയി മാറും. അപ്പൊ ആ ലെഡ് കൊണ്ടും നമുക്ക് പ്രശ്നമാണ്. അപ്പൊ അതും ഒരു റീസൺ ആണ്, ഒരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ യൂറോപ്യൻ നേഷനിൽ ഏകദേശം 90% ഓഫ് ദ ടൈം നമ്മൾ ഇൻഡോർ എൻവയൺമെന്റിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഏകദേശം ഒരു 80% നമ്മൾ ഇൻഡോർ ആണ്, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കാറോ ബസ്സോ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു മൈക്രോ ഇൻഡോർ എൻവയൺമെന്റ് എന്നാണ് പറയുന്നത്. അത് പിന്നെ അത് കഴിഞ്ഞ് ഓഫീസ്, അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളാണെങ്കിൽ സ്കൂളിൽ, അങ്ങനെ അതപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഇൻഡോർ എൻവയൺമെന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഏകദേശം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പൊല്യൂട്ടൻസിന് ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻസും വരുന്നത്, അതിന്റെ പൊല്യൂട്ടൻസിന്റെ എക്സ്പോഷർ. അപ്പൊ അവിടുത്തെ ഒരു ഡാറ്റ പ്രകാരം ഏകദേശം 1 out of 10 ഡെത്ത്സ് റിലേറ്റഡ് ടു പൊല്യൂഷൻ ഡിസീസ്. അപ്പൊ ഇതിന് ഹെൽത്ത് എഫക്ട്സ് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതിൽ ഏകദേശം അടിയിൽ കാണാം 15% റിഡക്ഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി, റിഡക്ഷൻ ഓഫ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, ലോ ഇൻഡോർ എയർ ക്വാളിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തെർമൽ ഡിസ്കംഫർട്ടും അങ്ങനത്തെ പല എക്സ്പോഷറും അങ്ങനത്തെ ഡിസീസ് പ്രശ്നങ്ങളൊക്കെ കാരണം തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ അത് നമ്മുടെ എക്കണോമീനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഹെൽത്ത് എഫക്ട്സ്, ഇന്ത്യയിലുള്ള പല സ്റ്റഡീസ് ആണ് ഈ ഇൻഡോർ ഹെൽത്ത് എഫക്ട്സ്. ബേസിക്കലി ഇത് നമ്മൾ ഈ കിച്ചൺ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ബയോമാസ് ഫ്യൂവലിന്റെ ഉപയോഗപ്രകാരമാണ് ഈ ഒരു സ്റ്റഡി നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിൽ അക്യൂട്ട് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, ക്രോണിക് ഒബ്സർവേറ്ററി പൾമണറി ഡിസീസ്, ഇതെല്ലാം നമ്മളെ ബേസിക്കലി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റെസ്പിറേറ്ററി ഫംഗ്ഷൻസിന്, കാർഡിയോ വാസ്കുലർ ഫംഗ്ഷൻസിന് ഇത് എഫക്ട് ചെയ്യുന്നു. പിന്നെ കാണുന്ന എന്താന്ന് വെച്ചാൽ 1 തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഡെത്ത് കൂടുതൽ ആക്കാനും ഇത് ഒരു കോറിലേറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു ഡെത്തും. പിന്നെ ആസ്മ, കാറ്ററാക്ട്, ട്യൂബർകുലോസിസ്, ഇതിനെല്ലാം പിന്നെ ഈവൻ അബോർഷൻ, സ്റ്റിൽ ബർത്തിന് കാരണമാവാൻ കോറിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. ഇപ്പോഴും നമ്മൾ അവിടെയൊക്കെ നമ്മൾ സോളിഡ് ഫ്യൂവൽസ്, LPG ഉണ്ടെങ്കിലും സോളിഡ് ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നതും പിന്നെ ചിലയിടത്ത് സോളിഡ് ഫ്യൂവൽസ് മാത്രം യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇത് അതിന്റെ ഒരു ഫിഗർ ആണ്. ഏകദേശം നമ്മളെ സോളിഡ് ഫ്യൂവൽസിന്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഏകദേശം 32 തൊട്ട് 43.9% using population using solid fuel. So solid fuels are still in use in നമ്മുടെ ഒരു സ്ഥലത്ത്. അപ്പം ദാറ്റ് മീൻസ് പീപ്പിൾ ആർ എക്സ്പോസ്ഡ്, എസ്പെഷ്യലി കുട്ടികളും വിമനുമാണ് ഏറ്റവും കൂടുതൽ, സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത്. കാരണം അവരുടെ കിച്ചൺ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡെത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പൊല്യൂഷൻ ഇതെല്ലാം കുറവായതിനെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ സേഫ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ഡെത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 1 lakh പോപ്പുലേഷൻ ഡെത്ത്സ് പെർ 1 lakh ഇൻ ഇന്ത്യ ഡ്യൂ ടു എയർ പൊല്യൂഷൻ. 2007 ഡാറ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം 79 പേര് ഇതിലെടുക്കുമ്പോൾ എയർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കൊണ്ട് മരിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള പൊല്യൂഷൻ നടക്കുന്ന സ്ഥലങ്ങളുടെ ഡെത്ത് വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് മെയിൻ പൊല്യൂഷൻസിന്റെ ഇതൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ലോക്കലൈസ്ഡ് പൊല്യൂഷൻസിന് ചിലപ്പോൾ നന്നായിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പൊ അതിന് നന്നായിട്ട് റിസർച്ചിന്റെ ഒരു പ്രത്യേക ആവശ്യവും അതിന് വേണ്ട ആക്ടിവിറ്റീസും അതിന് വേണ്ടുള്ള
ആക്ഷൻസും എത്രയും പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡോർ എൻവയോൺമെന്റിൽ പല സ്ഥലങ്ങളിലും പല പൊല്യൂട്ടൻസ് കാണപ്പെടാം. അത് നമ്മുടെ അവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഫേർണിച്ചർ മെറ്റീരിയൽസ് ഉണ്ടോ, എന്തൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഓരോ സ്ഥലത്തും പൊല്യൂട്ടൻസിന്റെ ഒരു ഒരു ഡൈവേഴ്സിറ്റി ഡിഫറെന്റ് ആയിരിക്കും. പുറത്തുനിന്ന് വരുന്ന പൊല്യൂട്ടൻസും നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ട്രാക്കിംഗ് ചെയ്യപ്പെടും. അപ്പം കുക്കിംഗ് ഓയിലിന് വരുന്നത് ഒരു കൺസേൺ ആണ്. ഈ കുക്കിംഗ് വെജിറ്റബിൾ ഓയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് അഥവാ PAH വരും. ഈ PAH വരുന്നത് നമ്മളെ പ്രോട്ടീൻസ് DNA-നൊക്കെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അതിനൊരു ഡിസ്ട്രക്ഷനും അതിന്റെ ഒരു ഡിഗ്രഡേഷനും എല്ലാം കാരണം അവസാനം അത് ക്യാൻസറിലേക്ക് നയിക്കും. എസ്പെഷ്യലി കുക്കിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റീയൂസ് ചെയ്യുന്ന കുക്കിംഗ് ഓയിൽ ഇല്ലേ, ഇപ്പൊ എസ്പെഷ്യലി നമ്മളിപ്പോ ഈവൻ ചില ഓയിലൊന്നും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് എടുത്തിട്ട് നമുക്ക് പപ്പടം കാച്ച അങ്ങനെ ജനറലി ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ദോശപ്പൊടിയിലെല്ലാം യൂസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ റെസിഡൻഷ്യൽ ഹൗസസ് നോക്കിയപ്പോൾ PAH-ന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഏകദേശം ഡിഫറെന്റ് സോളിഡ് ഫ്യൂവലും LPG യൂസ് ചെയ്യുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള റെസിഡൻഷ്യൽ ഹോംസ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 13 PAH കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും കോൺസെൻട്രേഷൻ കുറവുള്ളത് LPG മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് LPG അവിടെ ഒരു നമ്മുടെ കുക്കിംഗ് ഫ്യൂവൽ അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ ചെയ്ത വർക്കാണ്. അപ്പൊ ഇൻഡോർ ഡസ്റ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഡിഫറെന്റ് എൻവയോൺമെന്റ് വീടുകൾ, ക്ലാസ് റൂം, ATM, റെസിഡൻഷ്യൽ ഹൗസ്, ഫോട്ടോകോപ്പിംഗ് മെഷീൻസ് ഇൻഡോർ എൻവയോൺമെന്റിൽ നമുക്ക് പ്ലാസ്റ്റിസൈസേഴ്സും പ്ലാസ്റ്റിസൈസർ മെറ്റബോളൈറ്റ്സ് ഇതേപോലെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സിൽ നിന്ന് വരുന്ന പല പൊല്യൂട്ടൻസും പെസ്റ്റിസൈഡ്സ് വരെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിൽ നടന്ന സ്റ്റഡി ആയതിനെ കൊണ്ട് തന്നെ ഇതും ഒരു കൺസേൺ ഉള്ളതാക്കുന്ന ഇതാണ്. അപ്പൊ ഇതും പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇത് റെഫർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ. പിന്നെ അതുപോലെ സം വേസ് ടു ഇംപ്രൂവ് ഇൻഡോർ എയർ ക്വാളിറ്റി പറഞ്ഞാൽ റൂട്ടീൻ ക്ലീനിങ് വേണം, വെന്റിലേഷൻ ഇംപ്രൂവ് ചെയ്യുക, നാച്ചുറൽ ക്ലീനേഴ്സ് അവൈലബിൾ ആണ് അത് മാക്സിമം യൂസ് ചെയ്യുക, ഇൻഡോർ പ്ലാന്റ്സ് യൂസ് ചെയ്യുക. അപ്പം ഇൻഡോർ പ്ലാന്റ്സിന്റെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഡിഫറെന്റ് ഇൻഡോർ പ്ലാന്റ്സ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഒരു ഭംഗിയും കൂട്ടും. അപ്പൊ അതൊരു എഫക്റ്റീവ് ആണ്, നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് മണി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, ഇതിൽ കാണിച്ചിരിക്കുന്ന ഡിഫറെന്റ് പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡോർ എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഇതിൽ ആക്ഷൻ പ്ലാൻ ഫോർ കോമ്പാക്ടിങ് എയർ പൊല്യൂഷൻ ഇൻ ഇന്ത്യ, അതിപ്പോ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം 2019 നമ്മളെ പല പൊല്യൂഷൻസിനെയും നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭാഗമായിട്ട് പല പല പദ്ധതികളും ഉണ്ട്. അപ്പം അതൊരു നല്ല ഒരു ഇതിലേക്ക് മാറുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്കീം നല്ല നല്ല പ്രോജക്ട് പോളിസീസ് ആണ് ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഇതൊന്ന് നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പൊ എന്തൊക്കെ മെത്തേഡ്സ് ചെയ്യാൻ പറ്റും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പോ എന്തെങ്കിലും ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു മിഷൻസിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ടൊക്കെ കിട്ടും. അപ്പൊ താങ്ക് യു. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.